PC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായുള്ള വിഷയങ്ങൾ പറഞ്ഞു തീർത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതോടുകൂടി അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത് CPM-ന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI ആണ്. കാരണം VC നിയമന വിഷയത്തിൽ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഉൾപ്പെടെ VC-മാരെ വഴിയിൽ തടയുകയും നിരവധി ദിവസങ്ങൾ അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത് SFI ആയിരുന്നു. പക്ഷേ MV ഗോവിന്ദൻ്റെ പേര് കേട്ട് ഈ രീതിയിൽ സമരത്തിനിറങ്ങിയ SFI-ക്കാർക്ക് ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും പെട്ടിരിക്കുകയാണ്. കാരണം സർക്കാർ ഗവർണറുമായി ഈ വിഷയം പറഞ്ഞു തീർത്തിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ വിഷയത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുന്നത് SFI ആണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം SFI-ക്കാർ ഉണ്ടാക്കിയ പുകിൽ എത്രത്തോളമാണെന്ന് നമ്മൾ കണ്ടതാണ് ഈ പ്രശ്നത്തിൽ. ഇപ്പോൾ SFI-യുടെ സംസ്ഥാന നേതൃത്വം എന്താണ് പറയുന്നത്? ഗൗതം, VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർവകലാശാല വിഷയങ്ങളിലെല്ലാം വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾക്കായിരുന്നു തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ കോളേജുകളിലടക്കം SFI-യുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരപരിപാടികളുമൊക്കെ നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിൽ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ആസ്ഥാനത്തുമടക്കം SFI നടത്തിയ സമരങ്ങൾ അത് വലിയ രീതിയിൽ അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. മോഹൻ കുന്നുമ്മൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലെ വഴി തടയുന്ന നിലയിലേക്ക് എത്തുന്നു, അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഈ SFI-യുടെ സമരങ്ങൾ വലിയ രീതിയിലുള്ള സമരങ്ങളായിരുന്നു ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ ഇപ്പോൾ ഏറ്റവും ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു സമവായം വന്നതോടുകൂടി തന്നെ, അതായത് ഈ VC നിയമനമായിക്കോട്ടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വിഷയമായിക്കോട്ടെ, ഇതിലെല്ലാം സംസ്ഥാന സർക്കാർ ഗവർണറുമായി, ചാൻസലർ കൂടിയായ ഗവർണറുമായൊരു സമവായത്തിലെത്തിയതോടുകൂടി, ഒത്തുതീർപ്പിലൂടെ എത്തിയതോടുകൂടി ഇതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് SFI ആണ്. കാരണം ഈ സിസ തോമസിനെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായ മുറ്റത്ത് പോലും കയറ്റത്തില്ല എന്ന് വെല്ലുവിളിച്ചവരാണ് SFI-യുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ. അതോടൊപ്പം തന്നെ മോഹൻ കുന്നുമ്മലിനെ ഈ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞതും ഈ SFI തന്നെയാണ്. ആ SFI തന്നെ ഇപ്പോൾ മിണ്ടാട്ടമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. യാതൊരുവിധ പ്രസ്താവനകളോ പ്രതികരണങ്ങളോ ഒന്നും വരുന്നില്ല. അപ്രതീക്ഷിതമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുഖ്യമന്ത്രി ലോക്ഭവനുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതിലൊരു തീരുമാനമുണ്ടാക്കുകയും ചെയ്തതോടുകൂടി തന്നെ പാർട്ടി നേതൃത്വങ്ങളാണ് യഥാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത്. പ്രത്യേകിച്ച് SFI ഈ വിദ്യാർത്ഥികളെയെല്ലാം പറഞ്ഞു പറ്റിച്ചുകൊണ്ടായിരുന്നു സമരങ്ങൾക്ക് വിളിച്ചുകൊണ്ട് പോവുകയും കല്ലുകളെടുത്ത് വൈസ് ചാൻസലറെ എറിയാനും അതോടൊപ്പം തന്നെ സിസ തോമസിനെതിരെ സമരം വിളിക്കുവാനെല്ലാം നടന്നത്. എന്നാൽ ഇതിൽ നിലവിൽ ഈ ഒരു സ്ഥിതി വന്നതോടുകൂടി തന്നെ SFI-ക്ക് ഇനി എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയുമെന്നൊരു നിലയിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ. അതായത് മിണ്ടാട്ടം ഇല്ലാതെ ആകുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ SFI എത്തിയിരിക്കുന്നത്. MV ഗോവിന്ദനായിരുന്നു ഇത്തരത്തിൽ സമരപരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകിയത്. MV ഗോവിന്ദൻ പല സമയത്തും പത്രസമ്മേളനങ്ങൾ വിളിക്കുമ്പോഴെല്ലാം പറഞ്ഞത് ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് ആയാലും ശരി, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ വിഷയങ്ങളായാലും ശരി, ഇതിലെല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതിനുശേഷം തുടർ പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം പദ്ധതി ഇടുന്നതെല്ലാം അവിടുന്ന് AKG സെൻറ്ററിൽ നിന്നായിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് SFI സമര പോരാട്ടത്തിൽ ഇറങ്ങിയത്. ആ SFI ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. VC നിയമനവുമായി വന്നിരിക്കുന്നു. സിസ തോമസ് സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയിലെ വൈസ് ചാൻസലറായി ചുമതലയേൽക്കുകയും ചെയ്തു. നേരത്തെ താൽക്കാലിക ചുമതലയാണെങ്കിൽ ഇപ്പോൾ വൈസ് ചാൻസലറായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നു. ഇതോടുകൂടി തന്നെ SFI-യുടെ വിശ്വാസ്യത ഇല്ലാതായി എന്നതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് അടി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റ് ഒരു സംഘടനയ്ക്കൊരു വിശ്വാസ്യത ഇല്ലാത്ത നിലയിലേക്ക് എത്തി. ഇത്തരങ്ങൾ സമരങ്ങൾ നടത്തുകയും സമരങ്ങൾ ചെയ്തുകൊണ്ട് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ തന്നെ വഞ്ചിക്കുന്ന നിലപാടാണ് SFI സ്വീകരിച്ചതെന്നടക്കമുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് SFI-യിൽ നിന്ന് ഉയർന്നു വരുന്നതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നു. എന്തായാലും VC നിയമനവും അതോടൊപ്പം തന്നെ സർവകലാശാല പ്രശ്നം, അതായത് സർവകലാശാലയിലെ നേരത്തെ ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയത് അന്നത്തെ രജിസ്ട്രാറായിരുന്നു അനിൽകുമാർ, KS അനിൽകുമാർ ആയിരുന്നു. ഈ ഗവർണറെ തടയുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി SFIക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അവർക്ക് അവസരമൊരുക്കി കൊടുത്തേക്ക് അനിൽകുമാറാണ്. അനിൽകുമാറിനെ മാതൃസ്ഥാപനം, അതായത് കൊല്ലത്തെ ദേവസ്വം ബോർഡ് കോളേജിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് വിടുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളും ഒരുവിധം പരിഹരിച്ച് വരികയും ചെയ്തു. ഇതോടുകൂടി തന്നെയാണ്, അതായത് ഈ യൂണിവേഴ്സിറ്റി വിഷയം കൂടി പരിഹരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്തു. സർവകലാശാലകൾ ശാന്തമായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നിലവിൽ നിൽക്കുന്നത്. ഇതോടെയാണ് SFI എന്ത് ചെയ്യണം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയത്. മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയുമാണ്. അങ്ങനെ SFI ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ
ഇല്ല അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാത്ത നിലയിലേക്ക് മാറുന്നൊരു സാഹചര്യമുണ്ടായി. ഗൗതം. ഓക്കെ, എന്തായാലും SFI സംസ്ഥാന നേതൃത്വം പെട്ടിരിക്കുകയാണ്. കാരണം ഈ MV ഗോവിന്ദൻ്റെയൊക്കെ പേര് വാക്ക് കേട്ട് എടുത്തു ചാടി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെയൊരു സമവായത്തിലേക്ക് സർക്കാർ ഗവർണറുമായി എത്തിച്ചേരും എന്ന് SFIയുടെ പ്രവർത്തകർ പോലും കരുതിയിട്ടുണ്ടാകത്തില്ല. അതിനാൽ ഇപ്പോൾ SFIയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.